ഞങ്ങളുടെ മകന് സെറിബ്രൽ പാൾസിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഒരു വയസ്സ് മുതൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 3 വർഷത്തോളം ഞങ്ങൾ പാൾസിയായിട്ട് ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഇൻട്രസ്റ്റ് വന്ന ഫിസിയോതെറാപ്പി സെന്ററാണ് 4 വർഷം ചെയ്യുന്നത്. അതിൽ ഇവിടെയുള്ള ബോംബെയുള്ള തറൽനക്ക എന്ന് പറഞ്ഞ ഡോക്ടർ സാറിൻ്റെ അടുത്ത് പോയി കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി കാണിക്കുകയും സർജറി പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ 2024 ഡിസംബറിൽ 4 മാസം മുൻപ് ഞങ്ങൾ സർജറി ചെയ്തു. 4 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് സർജറിക്ക് ശേഷം ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ മകൻ മുമ്പ് മുട്ടിൽ കഴിഞ്ഞിട്ട് കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം സ്വന്തമായി നടക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ട് ഒരു 5-6 സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് തന്നെ വീട് പോകുന്ന സ്ഥിതിയായിരുന്നു. ഇപ്പം വളരെ ബാലൻസ് ആയി നടക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇതിന്റെ ഒരു മാറ്റം തന്നെ അവരെ വന്നു ഈ സർജറിയുടെ ഇതിന്റെ സന്ദർഭം. ഈ സർജറി ചെയ്തു കഴിഞ്ഞാലും അതില് ഈ തെറാപ്പി ഫിസിയോതെറാപ്പി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 മാസം ഏകദേശം 3 മണിക്കൂറോളം വരുന്ന സെഷൻ 4 സെഷനോട് കൂട്ടിയിട്ടാണ്. അപ്പൊ ആ ഫിസിയോതെറാപ്പിന്റെ സർജറി മാത്രമല്ല, ഫിസിയോതെറാപ്പി കൃത്യമായി ചെയ്തു. അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നതാണ് ഡോക്ടറും പറഞ്ഞത്. അപ്പോൾ സർജറി കൊണ്ട് മാത്രമല്ല, അതിനുശേഷം ചെയ്ത ഫിസിയോതെറാപ്പിയും കൂടിയാണ് ഇതില് എന്റെ മകളില് കൃത്യമായിട്ട് ഇങ്ങനെ ഇത്രയും നല്ലൊരു മാറ്റം ഉണ്ടാവാം അതിനുള്ള കാരണം തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് വളരെ സന്തോഷമാണ്. കാരണം എത്രയോ വർഷമായി നമ്മങ്ങനെ മകൻ ഇത്ര വീട്ടിലറിഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് മാറി സ്വതന്ത്രമായിട്ട് നടക്കാൻ സാധിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട്. എന്തായാലും വളരെ സന്തോഷം.